സിനിമ എന്നത് ഏറ്റവും ജനകീയമായ കലയാണ്. എല്ലാ കലകളുടെയും സമ്മേളനമാണ്. ഞാൻ പറയാൻ പോകുന്നത് സിനിമ എന്ന കലയെക്കുറിച്ചല്ല, അത് ഒരു മാധ്യമം എന്ന നിലക്ക് ഉപയോഗിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്തെക്കുറിച്ചാണ്. രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചും രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ സിനിമകൾ വരാറുണ്ട്. സത്യമായിട്ടുള്ളതും ഫിക്ഷൻ മാത്രമുള്ളതും അങ്ങനെ പലതും. പിന്നെ പാർട്ടിയുടെ കൊടിവെച്ച് ത്രില്ലറുകളും. പക്ഷേ ഈ ഇലക്ഷൻ കാലം അങ്ങനെയൊന്നും ആയിരുന്നില്ല. കുറേയേറെ കമ്മാര സംഭവങ്ങളായിരുന്നു. കമ്മാര സംഭവം ഓർമ്മയുണ്ടല്ലോ അല്ലേ? മുരളി ഗോപിയുടെ തിരക്കഥയിൽ രതീഷ് അമ്പാട്ട് സംവിധാനം ചെയ്ത് ദിലീപ്, സിദ്ധാർത്ഥ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചരിത്രം വളച്ചൊടിക്കുന്നതിനെക്കുറിച്ച്. യഥാർത്ഥ സംഭവത്തിലെ നായകൻ വില്ലനാവുന്നതും വില്ലൻ നായകനാവുന്നതും, സിനിമ എന്ന മാധ്യമം ഇലക്ഷനിൽ ഉപയോഗിക്കുന്നതും. തിയേറ്ററിൽ വലിയ ഹിറ്റായില്ലെങ്കിലും പിന്നീടും സിനിമ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഇലക്ഷൻ കാലത്തും അത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. സിനിമ ഏറ്റവും ജനകീയ മാധ്യമം ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു കല കൂടെയാണ്. അപ്പോൾ അതിലൂടെ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരിൽ എത്തുകയും ചെയ്യും. അതുതന്നെയാണ് ഈ ഇലക്ഷൻ കാലത്തെ സിനിമയും പ്രധാന ചർച്ചാ വിഷയമാക്കുന്നത്. ഇതിനു മുന്നേയും പലപ്പോഴായി സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ജീവചരിത്രങ്ങളെ ആഘോഷമാക്കുകയും ചരിത്ര സംഭവങ്ങളെ ആഘോഷിക്കുകയും ചെയ്ത സിനിമകൾ കുറവാണ്. കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിൽ തിയേറ്ററിലെ AC-യുടെ തണുപ്പിൽ അത്തരം ചിത്രങ്ങൾ ഏറെ കളിച്ചിട്ടുണ്ട്. ചില ചിത്രത്തിനൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നേ തന്നെ അനുമതി നിഷേധിച്ചിട്ടുമുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചത് ജീവചരിത്രം പറഞ്ഞ സിനിമകൾ തന്നെയായിരുന്നു. പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം വരെ പറഞ്ഞ സിനിമയുണ്ടായി. ഈ 5 വർഷം കഴിയുമ്പോൾ അതിന് മുന്നത്തെ 10 വർഷത്തെ പ്രധാനമന്ത്രിയുടെ ജീവിതം പറഞ്ഞ ദ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ ജീവിതം പറഞ്ഞപ്പോൾ അത് BJPയുടെ രാഷ്ട്രീയ നാടകമാണെന്ന് കോൺഗ്രസും, ഒരു കുടുംബം 10 വർഷം ഒരു രാജ്യത്തെ ബന്ദിയാക്കിയതിൻ്റെ കഥയാണെന്ന് BJPയും ആരോപിച്ചു. അനുപം ഖേറാണ് ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. തിയേറ്റർ കാഴ്ചകളിൽ വലിയ ഓളം ഉണ്ടാക്കാതെ തന്നെ ചിത്രം കടന്നുപോയി. BJPയും ശിവസേനയും പരസ്പരം പോരടിക്കുന്ന മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചിത്രത്തിൽ താക്കറെയുടെ ജീവിതവും സിനിമയായി വന്നു. ശിവസേന സ്ഥാപകൻ ബാൽ താക്കറെയുടെ ജീവിതം പറഞ്ഞ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത് നവാസുദ്ദീൻ സിദ്ദിഖിയാണ്. 1966 ജനുവരി 10 റഷ്യയിലെ തഷ്കൻഡിൽ വെച്ച് മരണപ്പെട്ട ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ആ മരണത്തിൻ്റെ അസ്വാഭാവികതയെക്കുറിച്ചും സിനിമ നിർമ്മിക്കപ്പെട്ടു. നാസറുദ്ദീൻ ഷാ, മിഥുൻ ചക്രവർത്തി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വന്ന ദ തഷ്കൻ ഫയൽസ്. രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയും സിനിമ പ്രഖ്യാപിച്ചു. ട്രെയിലറൊക്കെ വന്നതുമാണ്. അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ റിലീസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു മൈ നെയിം ഈസ് രാഗ. ഒടുവിൽ പ്രധാനമന്ത്രിയുടെ ജീവിതം പറഞ്ഞു തന്നെ വിവേക് ഒബ്റോയ് പ്രധാന വേഷത്തിലെത്തി PM നരേന്ദ്രമോദിയും പ്രഖ്യാപിക്കപ്പെട്ടു. ചിത്രത്തിൻ്റെ ട്രെയിലറും ഗാനങ്ങളുമൊക്കെ റിലീസ് ചെയ്തെങ്കിലും ഏപ്രിൽ 12 തിയേറ്ററിലെത്തേണ്ട ചിത്രം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇറക്കിയാൽ മതി എന്ന ഉത്തരവും വന്നു. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ചിത്രത്തിൽ പ്രധാനമായി നിൽക്കുന്ന സിനിമകൾ ഇവയാണ്. എങ്കിലും മറ്റ് ചില ചിത്രങ്ങൾ കൂടെ പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ടയാണ് എന്ന വാദം നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി സൂചിപ്പിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്കിനെ അടിസ്ഥാനമാക്കി വിക്കി കൗശൽ നായകനായി വന്ന ഉറി എന്ന ചിത്രമാണ്. മണികർണിക, കേസരി എന്നിവയും ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയവും സിനിമയും തമ്മിൽ കൂട്ടിക്കലർത്തുമ്പോൾ ദേശീയ രാഷ്ട്രീയം മാറ്റിവെച്ചാൽ പിന്നെ ആന്ധ്രാപ്രദേശിലാണ് പ്രധാന 2 ചിത്രങ്ങൾ വന്നത്. നടനായും നിർമ്മാതാവായും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായും വളർന്ന NT രാമറാവുവിൻ്റെ ജീവിതം പറഞ്ഞ NTR 2 ഭാഗങ്ങളായാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. NTR കഥാനായകടു എന്ന ആദ്യ ഭാഗം ജനുവരിയിൽ റിലീസ് ചെയ്ത് 2ാം ഭാഗം NTR മഹാനായകടു എന്ന പേരിലും. മറ്റൊരു പ്രധാന ചിത്രം വന്നത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന YSR ആയി മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ യാത്ര. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാന സംഭവമായ പദയാത്രയെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം വന്നത്. ജീവചരിത്രവും പ്രധാന സംഭവങ്ങളും പറഞ്ഞു തന്നെ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്താൻ തന്നെയാണ് ഈ ചിത്രങ്ങളും തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നത് എന്ന് തന്നെ കരുതാം. പ്രാദേശിക രാഷ്ട്രീയത്തിലും സിനിമ ഒരു മാധ്യമമാക്കി തെരഞ്ഞെടുപ്പ് കാലം മുന്നോട്ട് പോകുന്നു. കേരളത്തിലെ അവസ്ഥ നോക്കിയാലും സിനിമകൾ വന്നിട്ടുണ്ട്. ജനാധിപൻ എന്നൊരു പൊളിറ്റിക്കൽ ത്രില്ലർ വന്നിരുന്നു മലയാളത്തിൽ. അത് കാണാൻ സാധിക്കാത്തതിനാലും എത്തരത്തിലുള്ള സിനിമയാണ് എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല, ഞാൻ ആളല്ല. എങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് ട്രെയിലർ സൂചിപ്പിക്കുന്നത്. ചെറിയ 2 സിനിമകളും ഈ സമയത്ത് തന്നെ കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. വസന്തത്തിൻ്റെ കനൽ വഴികൾ എന്ന ചിത്രം കേരളത്തിൽ മുന്നേ റിലീസ് ചെയ്തതാണ്. ഈ ഇടയ്ക്ക് വീണ്ടും റിലീസ് ചെയ്തിട്ടുണ്ട്. 40കളുടെ പശ്ചാത്തലത്തിൽ ജാതി മേൽക്കോയ്മയിൽ വിറപൂണ്ട കേരളത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള ഒരു അന്വേഷണം എന്ന നിലയിലാണ് വസന്തത്തിൻ്റെ കനൽ വഴികൾ എന്ന ചിത്രം റിലീസ് ചെയ്തിട്ടുള്ളത്. കയ്യൂർ വിപ്ലവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന അരയാക്കടവിൽ കഴിഞ്ഞകാല സംഭവങ്ങളുടെ ചരിത്രം പറയുന്ന ചിത്രമാണ്. ഈ 2 സിനിമകളായാലും വളരെ പബ്ലിസിറ്റിയോടെ വന്നതോ തെരഞ്ഞെടുപ്പ് കാലം ലക്ഷ്യമാക്കി പ്രത്യേക പ്രൊപ്പഗണ്ടയുമായി വന്നോ എന്ന് കരുതുന്നില്ല. വളരെ കുറച്ച് തിയേറ്ററുകൾ മാത്രം റിലീസ് ചെയ്ത ചിത്രങ്ങൾ കൂടെയാണ്. 2 ചിത്രങ്ങളും എനിക്ക് കാണാൻ സാധിച്ചിട്ടുമില്ല. എങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്തെ കമ്മാര സംഭവങ്ങൾ നടന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെയാണ്. വ്യക്തികളെ ഉയർത്തിക്കൊണ്ടുവന്ന സിനിമകൾ തന്നെയാണ് അതൊക്കെ.
അതിന് കാണുന്ന ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്ന് തന്നെയായിരിക്കാം അതിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ. ആ ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കാം ഈ ചിത്രങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഇറക്കിയാൽ മതിയെന്ന് കമ്മീഷനും പറഞ്ഞത്. കമ്മാര സംഭവം എത്ര നേരത്തെ നമ്മോട് സംസാരിച്ച സിനിമയായിരുന്നു. ഇനി നിങ്ങൾ പറഞ്ഞേക്കാം സിനിമ കണ്ട് ഒരു നേതാവിന് അല്ലെങ്കിൽ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുന്നവരല്ല നമ്മളെന്ന്. നല്ല കാര്യം. പക്ഷേ എപ്പോഴും എല്ലായിടത്തും അങ്ങനെയല്ല. അത് വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇലക്ഷൻ സ്റ്റോറീസിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ബൈ ബൈ.